ചപ്പാത്തിയുടെയും ചോറിൻ്റെ കൂടെയും ഏത് പലഹാരത്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റുന്ന നല്ല രുചികരമായിട്ടുള്ളൊരു തക്കാളി റോസ്റ്റ് തയ്യാറാക്കിയാലോ. ട്രൈ ചെയ്ത് നോക്കൂ. വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. 2 പഴുത്ത തക്കാളി, ഒരു വലിയ സവാള, ഒരു പച്ചമുളക്, ഒരു ചെറിയ പീസ് ഇഞ്ചി, 3-4 വെളുത്തുള്ളി, കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് സവാളയും തക്കാളിയും നീളത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയിൽ തന്നെ ഈ റോസ്റ്റ് തയ്യാറാക്കണം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ കടുകും 1/4 ടീസ്പൂൺ ഉലുവായിട്ടൊന്ന് പൊട്ടിച്ചെടുത്തതിന് ശേഷം ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എല്ലാം ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇതിലേക്ക് നമുക്ക് അരിഞ്ഞെടുത്തിട്ടുള്ള സവാളയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റാം. ബ്രൗൺ നിറമൊന്നും ആവേണ്ട ആവശ്യമില്ല. ഇതിലേക്ക് പൊടികളായിട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും എരിവിനനുസരിച്ചുള്ള മുളക് പൊടിയും മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. മറ്റുള്ള പൊടികളൊന്നും ചേർക്കുന്നില്ല. പൊടികളുടെ പച്ചമണം മാറുന്ന സമയത്ത് തക്കാളി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് 5 മിനിറ്റ് നേരം ലോ ഫ്ലെയിമിൽ മൂടി വയ്ക്കാം. ഇടയ്ക്കൊന്ന് തുറന്നിളക്കി കൊടുക്കുക. 5 മിനിറ്റ് കഴിയുമ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ നല്ലതുപോലെ വെന്തുടഞ്ഞ് വരും. നല്ലൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ പഞ്ചസാരയിട്ട് മിക്സ് ചെയ്തെടുക്കുന്ന രുചികരമായിട്ടുള്ള നമ്മുടെ തക്കാളി റോസ്റ്റ് റെഡി. ചപ്പാത്തിയുടെയും ചോറിൻ്റെ കൂടെയും ഏത് പലഹാരത്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റുന്ന നല്ല രുചികരമായിട്ടുള്ളൊരു തക്കാളി റോസ്റ്റ് തയ്യാറാക്കിയാലോ. ട്രൈ ചെയ്ത് നോക്കൂ. വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. 2 പഴുത്ത തക്കാളി, ഒരു വലിയ സവാള, ഒരു പച്ചമുളക്, ഒരു ചെറിയ പീസ് ഇഞ്ചി, 3-4 വെളുത്തുള്ളി, കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് സവാളയും തക്കാളിയും നീളത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയിൽ തന്നെ ഈ റോസ്റ്റ് തയ്യാറാക്കണം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ കടുകും 1/4 ടീസ്പൂൺ ഉലുവായിട്ടൊന്ന് പൊട്ടിച്ചെടുത്തതിന് ശേഷം ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എല്ലാം ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇതിലേക്ക് നമുക്ക് അരിഞ്ഞെടുത്തിട്ടുള്ള സവാളയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റാം. ബ്രൗൺ നിറമൊന്നും ആവേണ്ട ആവശ്യമില്ല. ഇതിലേക്ക് പൊടികളായിട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും എരിവിനനുസരിച്ചുള്ള മുളക് പൊടിയും മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. മറ്റുള്ള പൊടികളൊന്നും ചേർക്കുന്നില്ല. പൊടികളുടെ പച്ചമണം മാറുന്ന സമയത്ത് തക്കാളി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് 5 മിനിറ്റ് നേരം ലോ ഫ്ലെയിമിൽ മൂടി വയ്ക്കാം. ഇടയ്ക്കൊന്ന് തുറന്നിളക്കി കൊടുക്കുക. 5 മിനിറ്റ് കഴിയുമ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ നല്ലതുപോലെ വെന്തുടഞ്ഞ് വരും. നല്ലൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ പഞ്ചസാരയിട്ട് മിക്സ് ചെയ്തെടുക്കുന്ന രുചികരമായിട്ടുള്ള നമ്മുടെ തക്കാളി റോസ്റ്റ് റെഡി.